ക്ഷേത്രത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിനെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ആ തിരുമുഖത്തേക്ക് കുറച്ചു നേരം നിന്ന് ഭഗവാനെ ഞാൻ വന്നോട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ വലിയ ഒരു ഈശ്വരാനുഭവമാണ്. എന്താണോ നമ്മളെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അതാണ് ക്ഷേത്രം. ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ ഒരു കൊച്ചു ക്ഷേത്രം പോലും സജ്ജമാണ്. ആരാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ തന്നെയാണ്. സമാധാനം നമുക്ക് നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ തൊഴിലിടങ്ങളിലേക്കും എല്ലാം കൊണ്ടുപോകാൻ സാധിക്കണം. ആരുടെ കൈകളിലാണ് പ്രഹ്ലാദൻ ഇരിക്കുന്നത്? ആ ഭഗവാനോളം വലിയ സംരക്ഷണം ഈ ലോകത്ത് വേറെ എന്തിനാണ് സാധിക്കുക? ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈശ്വര വിശ്വാസം അവരെ പറഞ്ഞു കൊടുക്കണം. ഊത്തുകെട്ട് അഥവാ ഓത്തൂട്ട്, അതായത് സമ്പൂർണ്ണ യജുർവേദ യജ്ഞം നടക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ രാപ്പാൾ ക്ഷേത്രത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ധന്യം എന്ന ഒരു വിശിഷ്ടമായ വഴിപാട് നടക്കുന്ന ക്ഷേത്രമാണ്. കുഞ്ഞിയല്ലേ, കുഞ്ഞുവാകയല്ലേ, ഉപ്പയൊക്കെ ഇങ്ങനെ കണ്ണയൊക്കെ തിന്ന് സൂക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ കൈ തട്ടിട്ട് വരുണ്ണി എന്ന് വിളിച്ചാൽ പിച്ച വെച്ച് ഓടി വരുമോ എന്ന് തോന്നുമാറ് അത്രയും ചൈതന്യമുള്ള ഒരു വിഗ്രഹമാണ്. ഭഗവാന്റെ സ്വരൂപം എന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിൽ നിറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാനന്ദമാണ്.